اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. മഹാന്മാരാകുന്ന ആരിഫീങ്ങൾ മുഴുവൻ അവരുടെ ജീവിതകാലം മുഴുവൻ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ്. 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളൊക്കെ. 1, ഞാൻ ആരാണ്? 2, അവൻ ആരാണ്? 3, അവനും നാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ 3 ചോദ്യങ്ങളുടെ പരിസമാപ്തി കുറിക്കുമ്പോഴാണ് ഒരാൾക്ക് പരമ്പൊരുളാകുന്ന അള്ളാഹു എന്താണെന്ന് മനസ്സിലാവുള്ളൂ. 1, ഞാൻ ആരാണ്? 2, അവൻ ആരാണ്? 3, നാമും അവനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം അറിയലോടുകൂടെയാണ് ഒരാൾ മനുഷ്യനാകുക. അതുവരെ മനുഷ്യപ്രാപ്തിയിലേക്ക് അവൻ എത്തിയിട്ടില്ല. മനുഷ്യന്റെ വിശേഷണങ്ങളുണ്ട്, മനുഷ്യന്റെ പെരുമാറ്റങ്ങളുണ്ട്, മനുഷ്യന്റെ ജീവിത രീതികളുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യത്വത്തിന്റെ ഏറ്റവും കമാലിയത്തിലേക്ക് അവൻ എത്തണമെങ്കിൽ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാകണം. അതിനാദ്യം ഞാൻ ഇന്ന് പറഞ്ഞൊരു ഉദാഹരണം മഹാന്മാരൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്. ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെയാണ്. സൂര്യന് സ്വന്തമായി പ്രകാശിക്കാനുള്ള കഴിവ് ഉണ്ട്, ചന്ദ്രന് സ്വമേധയാൽ പ്രകാശിക്കാനുള്ള കഴിവില്ല. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രതിബിംബമാണ്. ആ സൂര്യപ്രകാശം എന്ന് അവസാനിക്കുന്നുവോ അന്ന് ചന്ദ്രന്റെ പ്രകാശവും അസ്തമിക്കും. എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്ന ആ നൂറാനീയത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഭൗതികമായ ശരീരം എന്ത് ചെയ്യുന്നത്? മൊഞ്ചായി നടക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് തിരിയുണ്ടോ? ആത്മാവ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിന്റെ ജിവാറിൽ നിന്ന് വന്ന ആത്മാവിന്റെ ആ ഉന്നതമായ വെളിച്ചത്തിന്റെ പ്രതിബിംബത്തിലാണ് നമ്മൾ ഈ ഭൗതികമായ ശരീരത്തിന്റെ ഓരോ നീക്കുപോക്കുകളും. എന്ന് ആത്മാവ് ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നുവോ അതോടുകൂടെ ഈ ശരീരം ഒന്നുമല്ലാതെയായി പോകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് തിരിഞ്ഞോ? ശരീരം എപ്പോഴും ആത്മാവിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പിടിച്ചു നിർത്തുക. കാരണം ശരീരത്തിനേക്കാണ് എന്തിന്റെ ആവശ്യമുള്ളത്? ആത്മാവിന്റെ ആവശ്യമുള്ളത്. ആത്മാവാണെങ്കിലോ താൻ എവിടുന്നാണോ വന്നത് അവിടേക്കൊന്ന് പോകാനുള്ള ധൃതിയിൽ നിൽക്കണം. ഒരു തത്തയെ കൂട്ടിലടച്ചതുപോലെ എത്രയും പെട്ടെന്നൊന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നെങ്കിൽ, കാരണം ഇതിന്റെ ഉള്ളിൽ നഫ്സി എന്ന് പറയുന്ന ശൈത്താൻ ഒരു മുൾവേലി കെട്ടിയിട്ട് ആ കരാള ഹസ്തങ്ങളിൽ കടന്നിട്ട് പെടയാണ് ശരിക്കും ആര്? ആത്മാവ്. അതൊന്നും കിട്ട് മോചിതനാകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആര്? എപ്പോഴും ആത്മാവ് ഇങ്ങനെ അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വനഹൻ നഫ്സ അനിൽ ഹവ. ആരെങ്കിലും സ്വന്തം നഫ്സിനെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തിയാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവന്റെ പാർപ്പിടം എന്താണ്? സ്വർഗമാണെന്ന് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാം എന്ന് പറയുന്നത് ഈ ശരീരമല്ല.
നാം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കവിത ഇന്ന് ഞാൻ ചൊല്ലുണ്ടായി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ മുമ്പ് ഒരു കവിത എഴുതി വെച്ചിരുന്നു. ഞാൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വരും. എന്നാൽ ഞാനല്ല അവിടെ കിടക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്തവനാണ്, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തവനാണ്. ഐനമാ കുന്തും വഹുവ മഅക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആരോട് കൂടെയാണ്? ആത്മാവിനോട് കൂടെയാണ്. കാരണം ആത്മാവ് അള്ളാന്റെ ജിവാറെന്ന് വന്നതാണ്. ഭൗതിക ശരീരവുമായി അള്ളാഹു താലാക്ക് ഒരു ബന്ധമല്ല, അല്ലേ? അള്ളാഹു താല പറഞ്ഞില്ലേ എന്ത്? ഞാൻ നിങ്ങളെ ശരീരങ്ങളിലേക്കോ നിങ്ങളെ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല, വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. കാരണം എന്താ? ഭൗതിക ശരീരം എന്ന് പറയുന്നത് അള്ളാഹും തമ്മിൽ യാതൊരു ബന്ധമല്ലാത്തതാണ്. അത് ഇവിടുന്ന് ബന്ധമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കുദറത്തിന്റെ തഹത്തിലല്ല എന്നല്ല പറയുന്നത്. അള്ളാഹു താല നോക്കണം എങ്ങട്ടാണ്? ആത്മാവിന്റെ നീക്കുപോക്കുകളിലേക്ക് മാത്രമാണ് അള്ളാഹു താല നോക്കുന്നത്. അപ്പൊ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ലോകത്തിന് വലിയ പാഠമായി കൊണ്ട് പറയാണ് എന്ത്? എന്റെ ഭൗതിക ശരീരം കാണാൻ വരുന്ന ആൾക്കാരെ മനസ്സിലാക്കണം, അത് ഞാനല്ലട്ടോ, ഞാനാ ഇന്നൊക്കെ വേർപെട്ട് വയ്ക്കണ്. അപ്പൊ ഈ ഭൗതിക ശരീരം പഴയ കാലത്തൊക്കെ പറയില്ലേ, പഞ്ചഭൂതങ്ങളിലേക്ക് എന്ത് ചെയ്യുക? മടങ്ങിപ്പോവുക, അല്ലെ? മണ്ണ് എന്ന് പറയുന്ന വിശേഷണം ഒരു മനുഷ്യനിലുണ്ടല്ലോ, കാറ്റ് എന്ന് പറയുന്ന വിശേഷണം മനുഷ്യനിലുണ്ട്, തീയുണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം ഖബറിൽ വെക്കലോടുകൂടെ എവിടുന്നാണോ വന്നത്, വെള്ളം വെള്ളത്തിലേക്ക്, കാറ്റ് കാറ്റിലേക്ക്, മണ്ണ് മണ്ണിലേക്ക്, തീ തീയിലേക്ക്, നാല് ഭാഗത്തേക്ക് മടങ്ങും. എന്നാ നമ്മുടെ ആത്മാവോ, അത് എവിടുന്നാണോ വന്നത് അവിടേക്ക് മടങ്ങുന്നതാണ് ആത്മാവ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മാവിനെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആത്മാവിനെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നത്. ആത്മാവിനെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ആത്മാവിനെ ഒന്നും ചെയ്യാൻ എന്ത് ചെയ്യൂല? ഒരാൾക്കും കഴിയില്ല. ആത്മാവിനക്ക് മരണല്ല, ആത്മാവിനക്ക് ഉറക്കല്ല, ആത്മാവിനക്ക് ക്ഷീണല്ല, ആത്മാവിനൊന്നും ചെയ്യാൻ ഒരാൾക്കും. അള്ളാഹുവിന്റെ ജിവാറെന്ന് വന്നതാണ് ആത്മാവ്. പക്ഷെ ആത്മാവിന് ചില കാര്യങ്ങൾ അള്ളാഹു തആല ഏൽപ്പിച്ചിരുന്നു. അവൻ ലാഹൂത്തിയായ ലോകത്ത് നിന്ന് ജബറൂത്തിയിലേക്കും മലക്കൂത്തിയിലേക്കും നാസൂത്തിലേക്കൊക്കെ പറഞ്ഞയച്ചത് എന്താണ്? ഒരു യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞ് ലാഹൂത്തിലേക്ക് തന്നെ ആത്മാവ് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന യഥാർത്ഥ രൂപത്തിൽ ആര് എത്തണം? ഈ ആത്മാവ് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ആത്മാവിനെ പറഞ്ഞയച്ചിരിക്കുന്നത്. നമ്മൾ പുരാണ കഥകളിലൊക്കെ വായിച്ചതുപോലെ ചില ആളുകളുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുന്നൊക്കെ പുരാണ കഥകളിൽ വായിച്ചിട്ടുണ്ട്. എന്താണത്? അത് ഒരു യാഥാർത്ഥ്യമാണത്. കാരണം എന്താ? അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള വൈമനസ്യം. എന്താ കാരണം? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിഞ്ഞു. നഫ്സിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ആത്മാവിനൊക്കെ പുറത്തു കടക്കാൻ കഴിയില്ല. ആ ആത്മാവ് അള്ളാഹുവിന്റെ ജിബാറിലേക്ക് മടങ്ങുമ്പോൾ വൈമനസ്സുണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഓരോ എഴുത്തച്ഛൻ പറയണ്ടായി, ഓരോ സമയങ്ങളും അമൂല്യമായ നിധികളാണ്, ഓരോ സെക്കൻഡുകളും അമൂല്യമായ നിധികളാണ്. നിങ്ങൾ ആത്മാവിന്റെ അടിവേര് കണ്ടെത്താൻ പറ്റുന്ന അമൂല്യമായ നിമിഷങ്ങൾ. ഏതെങ്കിലും ഒരു നിമിഷം നീ ആ ആത്മാവിന്റെ അടിവേര് കണ്ടെത്തിയാൽ നീ ധന്യനായി എന്ന് കവി പറയണ്ടായി. അപ്പൊ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പേ എന്ത് ചെയ്യണം? നമ്മുടെ രണ്ടും രണ്ടാകുന്നതിന്റെ മുമ്പേ ആത്മാവ് അള്ളാഹുവിന്റെ ജിവാറിലേക്കും പോകും, ഈ സാധനം മണ്ണിലേക്കും പോകുന്നതിന്റെ മുമ്പേ നമ്മൾ അള്ളാഹു എന്തെന്ന് മനസ്സിലാക്കണം, അള്ളാഹു എന്തെന്ന് അറിയണം. അള്ളാഹു എന്ന് പറയുന്ന പരമസത്ത അത് പ്രത്യേകമായ ചില ആത്മാക്കളിലേക്ക് മാത്രമേ അതിന്റെ അനുഭൂതികൾ തരുള്ളൂ, എല്ലാവരിലേക്കും തരൂല. എല്ലാവരും അതിന് പറ്റുന്ന ക്വാളിറ്റി എല്ലാവർക്കും ഇല്ല. ചില ഹൃദയങ്ങൾക്ക് മാത്രമാണ് ആ ക്വാളിറ്റീസ് ഉള്ളത്. ആ ക്വാളിറ്റീസ് ഉള്ളവരാരാണ്? അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കൈപിടിച്ച ആൾക്കാരാണ് ആ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാർ.
ഞാൻ പറഞ്ഞത് തിരിയുണ്ടോ? കാരണം അവർ അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന ആളുകളുമായി ബന്ധപ്പെട്ടതാ. കണ്ടോനെ കണ്ടുപിടി, കാട്ടിത്തരും കലിമ, കൽബിന്നു പിന്നെ വലീമ. അള്ളാഹുവിനെ കണ്ട ആൾക്കാരുണ്ട്, അവരെ കണ്ട ആൾക്കാർ. അങ്ങനെ വന്ന ഇന്നദാ ഇറത്തൽ ഔലിയ ഇലാ തൻഖതിഉ അബദാ. അള്ളാഹുവിനെ കണ്ട ആരിഫീങ്ങളാകുന്ന ആളുകളുടെ ആ ഒരു സിൽസില ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ എന്തുണ്ടാവും? ആ സിൽസില ഈ ലോകത്ത് നിലനിൽക്കും. കാരണം എന്താ? അത് അള്ളാഹുവിലേക്കുള്ള പാർശ്വമാണ്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. വഅതസിമു, നിങ്ങൾ പിടിച്ചു തൂങ്ങണം, ബിഹബിലില്ലാഹി, അള്ളാഹുവിന്റെ യഥാർത്ഥ കയറുണ്ട്. എന്താണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗം. അല്ലെ? ഓരോ നിസ്കാരങ്ങളിലും നമ്മൾ പറയും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കുക. ആരാ മുസ്തഖീമുകൾ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവരാരാണ്? അള്ളാഹുവിനെ അറിയാനുള്ള കോഴ്സ് പഠിച്ച് അത് മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പോ ആ സ്വാലിഹീങ്ങളാകുന്ന ആളുകളുമായി ബന്ധപ്പെടുമ്പോഴേ നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഉൾക്കൊള്ളുന്ന ഹൃദയമായി മാറുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ മുഖത്ത് എന്തെങ്കിലും പാടുകളോ പോരായ്മകളോ ഉള്ളത് കണ്ടെത്തുന്ന ഒരു സാധനമാണ് കണ്ണാടി. എന്നാൽ ഒരു മുരീദിന്റെ കണ്ണാടി ഏതാ? ഷെയ്ഖിന്റെ മുഖാണ്. ഒരു മുരീദിന്റെ കണ്ണാടി ഷെയ്ഖിന്റെ മുഖാണ്. ആ മുഖം തസവുറാക്കി നമ്മുടെ ഹൃദയത്തിന്റെ ഇരുമ്പിന്റെ അവസ്ഥ പോയിട്ട് എന്ത് ചെയ്യണം? ആ ഇരുമ്പ് ഇങ്ങനെ ചൂടാക്കി അതൊരു ഗ്ലാസ് പ്രിസം പോലെയാക്കി അവൻ എന്ത് ചെയ്യണം? മാറ്റണം. അതിനെന്ത് വേണം? അവന്റെ ഓരോ നെളുറും അവന്റെ ഓരോ തവജ്ജുഹും അവന്റെ ഷെയ്ഖിലേക്കായിരിക്കണം. തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ ആദ്യ നിബന്ധന, മുരീദിന്റെ നിബന്ധന എന്താ? ഒരു മുരീദിന്റെ നെളുറ് അവന്റെ ഷെയ്ഖിലേക്കായിരിക്കണം. കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഇറങ്ങുന്ന ഹൃദയമാണ് ഷെയ്ഖിന്റെ ഹൃദയം. മനസ്സിലാവുണ്ടോ? ഷെയ്ഖിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഹൃദയമാണ് ഷെയ്ഖിന്റെ ഹൃദയം. അപ്പൊ അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു കൂടിക്കാഴ്ച, അത് മതി ഒരു മുരീദിനെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് എത്താൻ. അല്ലെ? വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം അധീനയാക്കുന്നവർ. എങ്ങനെയാണ് ഒരൊറ്റ നോട്ടം കൊണ്ട് അവർ ചെയ്യുന്നത്? സ്വാറശാദി ദൈവുഹും സഅദീബിനദിരിമിൻകും. ഒരൊറ്റ നോട്ടം കൊണ്ട് ഖാജർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വലിയ മക്കാമിലേക്ക് എത്തിച്ചു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വലിയ മക്കാമിലേക്ക് എത്തിച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ഒരു കള്ളനായ ഒരു മനുഷ്യനെ വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചു. ഏത് നോട്ടമാണത്? ആരാണ് നോക്കുന്നത്? മാസാല അബ്ദീ ബിൻ നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഞാനൊരു വിഷയം ഉദ്ദേശിക്കുകയാണെങ്കിൽ കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഉണ്ടാവും. ആ അല്ലാഹു തആല പറയാണ്, സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ട് എൻ്റെ ഒരു അടിമ എന്നിലേക്ക് അടുത്താൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കണ്ണ് ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ ഓരോ വസ്തുക്കളുമാകും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെയ്ഖിന്റെ ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഇറങ്ങുന്ന ഗോഡൌണാണ്. ആ ഗോഡൌണുള്ള പ്രകാശം സ്ഫുരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്ന ഷെയ്ഖിന്റെ മുമ്പിലേക്ക് ഒരു മുരീദ് എത്തുമ്പോ ആ മുരീദിന്റെ അതിനയിൽ നിന്ന് ആ മുരീദിനെ അയലയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാർ സൗറിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് സിദ്ദീഖ് തങ്ങൾ അതിനയിലായിരുന്നു. അല്ലെ? ആ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമയുടെ ഉൾസാരം ഗാർ സൗറിന്റെ ഉള്ളിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോ സിദ്ദീഖ് തങ്ങൾ പിന്നെ ആരായി? ഏറ്റവും ഉന്നത മഖാമിലേക്ക് അല്ലാഹു തആല ഉയർത്തി. പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഇന്ന് ഞാന് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളുടെ ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബ് പരിശോധിച്ചു നോക്കുമ്പോൾ 3 ആളുകളെ സ്വർഗം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന 3 ആളുകളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, 2 അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു,
3 സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. എന്താണ്? അപാരമായ തത്വജ്ഞാനങ്ങളുടെ ഉത്തംഗ സോപാനത്തിലേക്ക് എത്തിയ മഹാന്മാരാണ് അവര് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിലേക്കൊന്ന് വന്നെങ്കിൽ, ഞങ്ങളിലേക്കൊന്ന് വന്ന് ആ സ്വർഗപ്രകാശത്തിനേക്കാൾ എത്രയോ വലിയ പ്രകാശമാണ് അവരുടെ പ്രകാശം. കാരണം എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ താഴെയാണ്. സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ താഴെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരേക്കാൾ സ്ഥാനം ലോകത്ത് അള്ളാഹു തആല ആർക്കെങ്കിലും കൊടുത്തുക്കണോ? ഇല്ല. വലക്കത് കറംനാ ബനി ആദം. അള്ളാഹു തആല ആദം സന്തതികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനിച്ചിട്ടുണ്ട്. ആ ബഹുമാനം ലോകത്ത് ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആ മനുഷ്യന്റെ ദറജക്ക് താഴെയാണ് ബാക്കിയുള്ളതെല്ലാം ഉള്ളത്. അപ്പോ മരിക്കുന്നതിന്റെ മുമ്പേ മരിച്ച് അള്ളാഹു എന്താണ് എന്ന് മനസ്സിലാക്കി അള്ളാന്റെ തജല്ലിയാത്ത് സ്വീകരിക്കാൻ പറ്റുന്ന ഹൃദയമായിട്ട് നമ്മൾ ഹൃദയം എന്ത് ചെയ്യണം? മാറണം. അതിന് പറ്റുന്ന ഒരു ഷെയ്ഖിനെ ഒരാൾക്ക് കിട്ടിയിട്ട് എന്നിട്ടും നമ്മൾ അതിനുള്ള അവസരം വിനിയോഗിച്ചില്ല എന്ന് വന്നാൽ നമ്മൾ ഏറ്റവും വലിയ പരാജിതരാണ്. നമ്മളെക്കാൾ വലിയ പരാജിതരെന്തില്ല? വേറല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്തുമായി വന്നിട്ട് ആ റസൂലുള്ളാഹിനെ ഈഗോ പ്രശ്നങ്ങൾ കാരണമായി റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ മരണപ്പെട്ടു പോയവരേക്കാൾ എത്ര വലിയ ബുദ്ധിശൂന്യർ വേറുണ്ടോ? മനസ്സിലാവുണ്ടോ? ഭാഗ്യം കെട്ട ആരെങ്കിലും വേറുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് അവരുമായി സമ്പർക്കം പുലർത്താൻ ചാൻസ് കിട്ടിയിട്ട് അവരുമായി ഇടപഴകാൻ ചാൻസ് കിട്ടിയിട്ട് അവരുമായി ഹൃദയബന്ധം കൈമാറാൻ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ നന്നായില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെ പോരായ്മയാണ്. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നുമേ നല്ലവൻ ഞാൻ എന്ന് ചൊന്നോളാം. അപ്പൊ ആ അള്ളാഹുവിന്റെ തജല്ലിയാത്ത് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയാണ്, വൈദാ ബദൽ ജമീൽ, അള്ളാഹുവാകുന്ന ആ സൗന്ദര്യപ്രഭ ഒരു മനുഷ്യനിലേക്ക് അങ്ങ് വെളിവായി കഴിഞ്ഞാൽ യഹ്തജബ കുല്ലു ശൈ, ലോകത്തുള്ള എല്ലാം അവന്റെ ഹൃദയത്തിന്റെ കണ്ണിന് തൊട്ട് മറഞ്ഞു പോകും. അവന്റെ മുമ്പിൽ ആര് മാത്രമുള്ളൂ? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തതൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തും. യഹ്തജബ കുല്ലു ശൈ, എല്ലാ വസ്തുക്കളും അവന് എന്ത് ചെയ്യും? മറഞ്ഞു പോകും. അൽ കുല്ലു ഗായിബുൻ ഫീ ജമാലിൽ മഅബൂദ്, മഅബൂദായ അള്ളാഹുവിന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ ഉണ്ടല്ലോ, ആ പ്രഭയിൽ ലോകം മൊത്തം അവനിന്ന് മാഞ്ഞു പോകും. അതാണ് എന്ത്? ഫന എന്ന് പറയാം. ഫയഫിനി സുമ്മ യഫിനി സുമ്മ യഫിനി വകാന ഫനാഉഹു ഐനുൽ ബഖാഇ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹുവിലേക്കുള്ള ലയനം, അള്ളാഹുവിന്റെ തജല്ലിയാത്ത് നമ്മിലേക്ക് വരുമ്പോ നമ്മൾ അള്ളാഹുവിലെങ്കിൽ ലയിച്ചു പോവുകയാണ്. ആ ലയനത്തോടുകൂടെ പിന്നെ നമുക്ക് ആരുമായി ബന്ധമല്ല, ലോകത്തുള്ള മഖ്ലൂക്കുകളുമായി ബന്ധമല്ല. ഇലാഹിയായ തജല്ലിയാത്ത് വരുമ്പോ സർവവും അവന്റെ കണ്ണിന്ന് മറഞ്ഞു പോവുകയാണ്. സർവവും അവന്റെ കണ്ണിന്ന് എന്ത് ചെയ്യും? മറഞ്ഞു പോകും. അൽ ജമീഉ, ലോകത്ത് അള്ളാഹുവിന്റെ തജല്ലിയാത്തെങ്ങാനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ അൽ ജമീഉ സകാറാ മിൻ ശിദ്ദത്തിൽ വജ്ദ്, പ്രേമത്തിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യന്മാരൊക്കെ മസ്തായി പോകും. അനുരാഗത്തിന്റെ മൂർത്തിഭാവത്തിലേക്ക് ഒരു മനുഷ്യനെത്തുമ്പോ ആ ഒരു സുന്ദരമായൊരവസ്ഥ വരുമ്പോ മനുഷ്യന്മാരൊക്കെ മസ്തായി പോകും. എനിക്കെന്ത് പറ്റി? അല്ലെ? വഖാലൽ ഇൻസാനു, മനുഷ്യന്മാര് പറയും മാലഹ, എനിക്കെന്താണ് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അല്ലെ, അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്ന് അവന്റെ ഹൃദയം ഒന്ന് പ്രകമ്പനം കൊണ്ടാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, അവന്റെ ഹൃദയമാകുന്ന ഭൂമിയിൽ നിന്ന് മ്ലേച്ഛമായ കിബറും ഉജ്വും റിയാവും ഷഹ്വത്തും പോലത്തെ സാധനങ്ങളൊക്കെ നീങ്ങിപ്പോയിട്ട് അള്ളാഹുവിന്റെ പ്രഭ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ വഖാലൽ ഇൻസാനു, മനുഷ്യന്മാര് പറയും മാലഹ, എന്താണ് എനിക്ക് സംഭവിച്ചത്? ഞാൻ എന്തായി പോയി എന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോ അൽ ജമീഉ സകാറാ മിൻ ശിദ്ദത്തിൽ വജ്ദ്, പ്രേമത്തിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യന്മാര് മസ്തായി പോകും. വഗലബത്തി അൻവാരിൽ അഹദിൽ ഫർദ്, അഹദും ഫർദുമായ അള്ളാഹുവിന്റെ അൻവാറും കെട്ട് തജല്ലിയാത്തുകളും കെട്ട് അതിജയിച്ചിട്ട് ഓനാകെ എന്ത് ചെയ്യും? ആ പ്രേമത്തിൽ അങ്ങ് ലയിച്ചു പോവുകയാണ്. യതജല്ലാ തആല ബിൽ ജമാലി, അള്ളാഹുവിന്റെ സൗന്ദര്യം അവനിൽ അങ്ങ് വെളിവാകും.
വൽ ഹുബ്ബി അള്ളാഹുവിന്റെ സ്നേഹവും, വൽ വിസാലി അള്ളാഹുവിന്റെ ആ ഒരു ലയനവും, അതുപോലെ വൽ ലിഖാഇ അള്ളാഹുവിന്റെ കണ്ടുമുട്ടലും, വൽ ഇത്തിസാൽ ആ ഒരു കൂടിച്ചേരലും കൂടി വരുമ്പോ ഫദാലിക യൗമുൽ ഹജ്ജിൽ അക്ബർ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും സുന്ദരമായ ഹജ്ജ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന തലത്തിലേക്ക് ഒരു മനുഷ്യൻ ഉയരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അംഗീകരിക്കുന്നു. വാനലോകത്തുള്ള മലായികത്തുകൾ മുഴുവൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളാണ് എന്നുള്ള വാർത്ത ലോകത്താകമാനം കുട്ടിഘോഷിക്കുന്നു. അവനെ അല്ലാഹു തആല ഏറ്റവും ഫീ മനാബിരിൽ ഔലിയ, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അല്ലാഹു തആല അവനെ ഉയർത്തി. അവന്റെ കേളി ലോകത്ത് മൊത്തം ഇങ്ങനെ പരന്നുകൊണ്ടേയിരിക്കും. അവന്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ സുന്ദരമായ കാലഘട്ടം അവന്റെ വഫാത്തോടുകൂടെ നിൽക്കൂല. ഖിയാമത്ത് നാൾ വരെ ആ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു, ഒരൊറ്റ ദിവസം പോലും ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് പറയാത്ത ഒരു ദർസുകളില്ല, ഒരു പള്ളികളില്ല. ഏതൊരു നിസ്കാരത്തിലും ഇമാം ഷാഫി തങ്ങൾക്ക് പങ്കുണ്ട്. ഏത് നിസ്കാരത്തിന്റെ കർമ്മങ്ങളിലും ഇമാം നബവി തങ്ങൾക്ക് പങ്കുണ്ട്. ഏതൊരു നിസ്കാരത്തിന്റെ ഷർത്തുകളിലും ഫർളുകളിലും അതിനെ തരംതിരിക്കുന്നതിലും അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പങ്കുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം വഫാത്തായിട്ട് എത്ര കാലങ്ങളായി, ഇന്നും അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമാം അബൂ ഹാമിദിനുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം നമ്മുടെ ഹൃദയത്തിന്റെ വാചനം സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ലോകത്തെ കോടിക്കണക്കായ ആളുകൾ അദ്ദേഹം ഉരുവിട്ട സ്വലാത്തുൽ ഫാത്തിഹിന്റെ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ദർജങ്ങനെ ഓരോ സെക്കൻഡിലും ദർജങ്ങനെ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പർവ്വത സമാനം കണക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണം, ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറണം. അതിനാണ് നമ്മുടെ ത്വരീഖത്തുകളും നമ്മുടെ ജൽസകളും നമ്മുടെ ക്ലാസ്സുകളൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ മറ്റു ഭൗതികമായ ലക്ഷ്യങ്ങളോടുകൂടെ ഒരാൾ ത്വരീഖത്തിലേക്ക് വന്നാൽ അവന്റെ ഭൗതികമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അല്ലെ, ബുഖാരിയിലൊക്കെ ഉള്ള ഫസ്റ്റ് ഹദീസ് അങ്ങനെയാണല്ലോ. അല്ലെ, ഒരാളെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആണെങ്കിൽ ഓൾക്ക് അള്ളാഹിനെ റസൂലിനും കിട്ടും. ഒരു വിവാഹം കഴിക്കണം എന്നാണെങ്കിൽ ഓനക്ക് പെണ്ണിനെ കിട്ടും. കച്ചവടമാണ് ലക്ഷ്യമെങ്കിൽ ഓൻ കച്ചവടം ചെയ്യും. എന്താണോ അവന്റെ നെയ്യത്ത് അതിലേക്ക് അവനെത്തും. അത് ത്വരീഖത്തുകാരനായാലും ശരി, അല്ലാത്തവനായാലും ശരി. അതുകൊണ്ട് നമ്മളെ ഹൃദയശുദ്ധി നമുക്ക് ഉണ്ടാകുക, നിയ്യത്ത് നന്നാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അർഹമുർ റഹീമായ രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ ദുർദ് വലീഫ ഹൈലലുകൾക്ക് നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് നിന്റെ ഹബീബായ ഞങ്ങളുടെ ഷഫീആയ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ മശായിഖന്മാരെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബുകൾ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നൂറു തജല്ലി ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇൽഖാ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മുശാഹദയിലായി ജീവിച്ച് മുശാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ നൂറു തജല്ലി സ്വീകരിക്കാൻ മാത്രം ക്വാളിറ്റി ഉള്ള ഹൃദയമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആത്മാവിനെ നീ പരിശുദ്ധമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ശരീരവും വേർപെട്ടു പോകുമ്പോ യഥാർത്ഥ നിന്നെ അറിയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് ഫത്ഹാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് നഫ്സാനിയായ ഒരുപാട് മോശത്തരങ്ങൾ അംറാദുൽ ഖുലൂബുകളുണ്ട്. റബ്ബേ, നീ കഴുകിക്കളയണേ അല്ലാഹ്. ഞങ്ങളുടെ മശായിഖിന്റെ നുദുറ് കൊണ്ടും റിള കൊണ്ടും റബ്ബേ നീ കഴുകിക്കളയണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പായി നിന്നെ അറിഞ്ഞിട്ടല്ലാതെ റബ്ബേ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ച് യഥാർത്ഥ മുസ്ലിമായി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന യഥാർത്ഥ മുസ്ലിമായിട്ടല്ലാതെ അല്ലാഹുവേ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. പൂർണ്ണമായി നിന്നിലേക്ക് തവജ്ജുഹാകുന്ന
ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. ഏത് ജോലിയിലും നിന്നെ ഓർക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചെല്ലുന്നതിന്റെ ഒക്കെ മിസ്ല് സവാബ് അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അവരെ ഖബറിൽ സന്തോഷവും റാഹത്തും കൊടുക്കണേ അല്ലാ. സ്വർഗീയ അനുഭൂതികൾ അവർക്ക് അല്ലാഹുവേ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളോട് ബന്ധമുള്ളവരെ നീ നന്നാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മശായിഖിന്റെ തഹത്തിലായി കദമിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, ലോകത്ത് നീ പടച്ച സകല വസ്തുവിനെയും പ്രണയിക്കാനും സ്നേഹിക്കാനും പറ്റുന്നൊരു മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾ ഹൃദയത്തിൽ ഒരാളോടും കുരുട്ടോ പോരോ അറപ്പോ വെറുപ്പോ പകയോ ദേഷ്യമോ നൽകല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മശായിഖ് ഞങ്ങളെ പഠിപ്പിച്ച സുന്ദരമായ മഹബത്തിന്റെ വഴിയെ അനുധാവനം ചെയ്യുന്ന മുരീദന്മാരിൽ മുരീദത്തുകളിൽ ഞങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. റബ്ബേ, ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. തുർബത്തുൽ മദീന അഫ്ളലു തുർബത്തിൽ അർള്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവേ, പലതവണ മുത്തിന്റെ ചാരത്തണയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിക്കുന്നു, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ സംഗമിക്കുന്നു. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. അതിലൊന്നും നീ ദുനിയാവിനെ കയറ്റി വിടല്ല റബ്ബേ. ദുനിയാവ് ഞങ്ങളുടെ ലക്ഷ്യമല്ല അല്ലാഹുവേ. പൂർണ്ണമായും ആഖിറമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ആഖിറം നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره.